ഇന്ന് വലിയ കുഴപ്പമില്ല കേട്ടോ, വലിയ കുഴപ്പമില്ലാത്തൊരു ട്രെയിലാണ്. ലൈക്ക് ഭയങ്കര കയറ്റമൊന്നുമല്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് റോഡ് പോലെ ഫീൽ ചെയ്യുന്നു. ഇനി പ്ലെയിനും ഡൗണും ആണെന്നാണ് അറിയാൻ പറ്റിയത്. സോ അങ്ങനെ തന്നെ ആവട്ടെ. ഉച്ചക്കാകുമ്പോഴേക്കും എന്തായാലും സുർക്കെ എത്തും. റോഡ് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മളെ റോഡ്. കണ്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. റോഡൊക്കെ വീണ്ടും മഴ ചെയ്തുകൊണ്ടാവുന്നു. ആകെ മുഷ്കിലാണ്, ആകെ ചളി പുളിയാണ്. എയിലേ പോകുന്നേ? ഞാൻ ഷൂ ആയതുകൊണ്ട് വലിയ തിരക്കിടില്ലാതെ നടക്കാൻ പറ്റും. റേസ് ഇതാ ബുദ്ധിപരമായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ. ആ ചാടിക്കോ, എന്നാ മെല്ലെ ഇറങ്ങിക്കോ. പിടിക്കണോ? വന്ന വഴിട്ടോ, ഈ വഴിയുണ്ടോ? ഇത് ആക്ച്വലി വണ്ടി പോകുന്നത് ഇങ്ങനെയാ, ലൈക്ക് ദിസ്. പക്ഷെ നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ഷോർട്ട് കട്ടുകൾ ഉണ്ടാവും, കയറ്റങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, വേ ടു നാംചേ. അപ്പോൾ നമ്മൾ ട്രെക്കിങ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വലിയ വഴി സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള സ്റ്റെപ്പ് പിടിക്കുക. അപ്പോൾ പെട്ടെന്ന് എത്താൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ റേഞ്ച് ഉണ്ടെങ്കിൽ ഫോൺ നോക്കും, റേഞ്ച് ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്, എന്തൊരു സുഖമാണ്. കുളിച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? 3-4 ദിവസമായിട്ട് കുളിച്ചിട്ട്. അല്ല 2-3 ദിവസം, 3-4 ദിവസം. തണുപ്പാണ് ഇവിടെ, എന്തിനാണ് കുളിക്കുന്നത്? കാഴ്ച എന്താണെന്നല്ലേ കാണിച്ചു തരാം. നമ്മളെ കേരളമൊക്കെ പോലെ തന്നെ ഇതാണ് നമുക്കിനി പോകാനുള്ള വഴി. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ഇതിങ്ങനെ ഫുൾ മൗണ്ടെയിൻസ്. എന്ത് രസാ അല്ലേ? ബോറടിക്കില്ല. നമ്മളിത് അവിടുന്നെങ്ങാണ്ടാ വന്നേ, കണ്ടോ ഒരു വഴി കണ്ടോ? അവിടുന്നെങ്ങാ വന്നേ. ഇങ്ങനെ പോകണം. ഇത് അവിടെ ഒരു വഴി കാണുന്നില്ലേ, അതിലിങ്ങനെ പോകണം. ഇങ്ങനെയുള്ള വഴികൾ, കല്ലിട്ട ചെറിയ വീടുകളിലൂടെയുള്ള, ഗ്രാമങ്ങളിലൂടെയുള്ള വഴികൾ. അതാണ് നമ്മളുടെ മിക്കവാറും ഷോർട്ട് കട്ടുകളൊക്കെ. മെയിൻ വഴി താഴെയുണ്ട്, വണ്ടി പോകുന്ന വഴി. അതിൽ പോയി നമുക്ക് വല്ലാണ്ടൊന്നും വീടുകളും ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്നുണ്ടോ? അല്ല മറ്റവനെടുത്തു, മറ്റവനെ കാണുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് കുറച്ച് നാക്കുള്ളവർക്കേ അത് കാണാൻ പറ്റുള്ളൂ. വേറ്റ് ലുക്കില്ല. കയറി പോകണ്ടല്ലേ, ഇങ്ങനെ കയറ്റം കയറി പോകണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീണ്ടും ചലിക്കട്ടെ. ഇങ്ങനെയുള്ള സ്റ്റെപ്പ് കയറി പോകണം. കണ്ടാ, കയറി അവിടെ എത്തി. ഇങ്ങനെ കയറി പോകണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്, വെല്ലുവിളി.
അവിടെ എത്തണം. Not task but little bit difficult. Okay. കയറി പോകുന്നത് കണ്ടോ? അവിടെ ഇങ്ങനെ കയറി പോണം. അത്ര ഈസി അല്ല. അമ്മേ. ഇപ്പോഴും സുർക്കി എത്തിയിട്ടില്ല. ഐ മീൻ ലുക്കിൽ എത്തിയിട്ടില്ല. ലുക്കിലേക്ക് എത്താൻ ഇനിയും കുറച്ച് ദൂരം കൂടെ. ഫൈനൽ പാർട്ടീസ് ഐ തിങ്ക് ഹാർഡ്. ഇപ്പം നമ്മൾ വലിയൊരു കയറ്റം കയറിയല്ലോ. ഇനി എന്ത് ചെയ്യണം? ഒരു വലിയ ഇറക്കം ഇറങ്ങണം. അതാണ് ഇവിടത്. ഒന്ന് കയറുക ഇറങ്ങുക, സ്റ്റെപ്പ് കയറുക ഇറങ്ങുക. കയറി ഇറങ്ങുക. എന്നാൽ അതൊക്കെ നേരണാക്കിക്കൂടല്ലേ ഇവർക്ക്? പിന്നെ ട്രക്കിങ്ങിന് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇങ്ങനെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുക. ഇറക്കം വിഷയമൊന്നുമില്ല. നിങ്ങൾ ചോദിക്കുക ഇറക്കല്ലേ, പക്ഷെ ഇറങ്ങും ബാഗും വെച്ച് ഇറങ്ങുമ്പം വിഷയമാണ്. മുട്ടിന്, ഊരയ്ക്ക്, അതേപോലെ കാഫ് മസിലിനൊക്കെ നല്ല പ്രഷർ വരും. ഷോൾഡറും ഊരൊക്കെ തീരുമാനമായി കിട്ടും. ഇതൊക്കെ പിന്നെ ട്രക്കിങ്ങിൽ സ്വാഭാവികം. സ്ലിപ്പാവാതെ അങ്ങനെ നടക്കട്ടെ. ഞങ്ങൾ ഷോർട്ട് കട്ട് പിടിച്ച് ചെറുതായിട്ട് നേരെ ലുക്കിലേക്ക് പിടിച്ചു പോകുന്നൊരു സംശയമുണ്ട്. ഇനി അവിടെ എത്തുമ്പോൾ കാണാം. ചിലപ്പം സുർക്കി അങ്ങോട്ട് ബൈപ്പാസ് ചെയ്തിട്ടുണ്ടാവും. നോക്കാം. ഞാൻ എന്തായാലും ഇറങ്ങട്ടെ കേട്ടോ. ഈ ഫോൺ നമ്മൾ കണ്ട ബയ്യാണ്. ബയ്യൻ്റെ കയ്യിൽ ഒരു അടിപൊളി കത്തിയുണ്ട്. നമുക്ക് ലുക്കില് വഴി കാണിച്ചു തരാണ്. നടന്നോ. ഓക്കെ, ബൈ ബൈ. എന്നാ ട്രക്കിംഗ് ബോർഡിൽ തന്നെ ചലിക്കട്ടെ. ഓക്കെ, ഹം ചലേ. സന്തോഷം. ചായക്കര ഉണ്ടെന്ന് കേൾക്കുന്നതിനെക്കാട്ടും വലിയ സന്തോഷം എനിക്കില്ല. ഇറക്കമാണ്. ഇന്ന് സ്ലിപ്പായി വീണാൽ തീർന്നു. ചെങ്ങായി വീണിക്ക്. പക്ഷേങ്കിൽ ഞാൻ അന്നേരം കുറച്ച് മുകളിലേനു. ഇല്ലേ നിങ്ങൾ ലൈവായിട്ട് ചെക്കൻ വീണ നിങ്ങൾക്ക് കാണിച്ചു തരേനു. പക്ഷേ ഒന്നും പറ്റാത്തോണ്ട് ഇപ്പൊ തിരക്കടില്ല. എന്തെങ്കിലും പറ്റിയെന്നെങ്കിൽ ട്രാജഡി ആയേനെ. നമ്മൾ ഇന്ന് തന്നെ ലുക്കിൽ എത്താനുള്ള ചാൻസ് ഞാൻ കാണുന്നു ഗൈസ്. മഴയൊന്നും പെയ്തില്ലെങ്കിൽ. അഫ്സലേ, ഓക്കെ അല്ലേ? ഇതന്നല്ലേ വഴി? ഓക്കെ. ഇതല്ലെങ്കിലുണ്ടല്ലോ പൊന്നു മക്കളെ, ഇപ്പൊ വഴി തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കയറാനും ഇറങ്ങാനുള്ള സമയവും ശേഷിയും ത്രാണിയും ഒന്നുമില്ല. നമസ്തേ. ദീദിൻ്റെ അവിടെ. ദീദി കണ്ടതും ചിരിച്ചു. ഞാനൊരു നമസ്തേ അങ്ങോട്ട് കാച്ചി. ദീദിനെ കാണിച്ചു തരാം. ദീദി താഴെ നിൽക്കുന്നുണ്ട്. ये लुकला रास्ता है ना? ठीक है. हाँ, ये है ना, ये शॉर्टकट है ना? दीदी एक नमस्ते बोलो. नमस्ते. ദീദി അടിപൊളിയാണ്. ഏത് മൂടാ. നമ്മളെ താഴെ ബയ്യ കൂടെ ഉണ്ട്. നമുക്ക് ബയ്യനെ കൂടെ കാണാം, പരിചയപ്പെടാം. എടുത്തരാലോ. താഴെ ഒരു ബയ്യ നിൽക്കുന്നുണ്ട്. ബയ്യ. നേപ്പാളില്ലേ,
നമ്മുടെ നാട്ടിലൊക്കെ ഈ വാറ്റുണ്ടാക്കുക ചാരായ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇല്ലീഗലും പിന്നെ ഭയങ്കര എന്താ പറയുക ഒളിച്ചും പാത്തും ഉണ്ടാക്കേണ്ട കേസാണ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നല്ല. ഇവർക്ക് ഇത് ഉണ്ടാക്കുന്നത് ഇത് കുടിക്കുന്നത് ഇതൊക്കെ ഭയങ്കര നോർമലായ കേസാണ്. നേപ്പാളി ഭാഷയിൽ ഇതിനെ റക്സി എന്ന് പറഞ്ഞു. ഹിന്ദിയിൽ ഇതിനെ ദാറു എന്ന് പറയും. ദാറു എന്നാ പറയാ. ഇതിനല്ലട്ടോ പറയാ. ഇതിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് ഉണ്ടാക്കി അവസാനം കിട്ടുന്ന സാധനത്തിന് ദാറു എന്ന് പറയും. നമ്മളെ രീതി ഉണ്ടാക്കാല് ഇതിവിടെ ഭയങ്കര നോർമലാണ്. ഇവർക്ക് ഇത് ഉണ്ടാക്കുന്നതും ഇത് കുടിക്കുന്നതും ഒക്കെ ഭയങ്കര നോർമലാ. ഇവർക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഇതെന്തൊക്കെ വെച്ചാ ഉണ്ടാക്കുക? इसका എന്താ പറയാ മെറ്റീരിയലോ എന്താ പറയാ ഇൻഗ്രീഡിയൻസ് വെച്ചാൽ മനസ്സിലാവില്ല അല്ലേ? इसका इंग्रेडिएंट्स क्या है? क्या क्या? ചോക്ര ഗോതമ്പ് കോൺ ഇവരെന്തോ പറയുന്നുണ്ട്. പക്ഷേ അറിയില്ല, നമുക്കറിയില്ല. ഓക്കെ ഞങ്ങളിപ്പോ ഇങ്ങനെ നടന്നു ഇവിടെ എത്തി. ഇവിടെ താഴേക്ക് റോഡുണ്ട്, മോളിക്കുണ്ട്. എങ്ങട്ടാ അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഗൈഡൊന്നും ഇല്ലാതെ പിന്നെ ട്രക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. വഴി തെറ്റി പോവുക, ഈസി റൂട്ട് മിസ്സായി പോവുക. ഇപ്പോൾ താഴെയും മേളിലും വഴി കാണുന്നുണ്ട്. ഏതാ ഈസി ഏതാ കറക്റ്റ് വഴി എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ ഒരു ഇതിങ്ങനെ പോയി നോക്കുക. ഇപ്പം കുറേ ഇറക്കാട്ടോ, ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്ന വഴിയാണത്. അത് കാണിച്ചു തരാം. ഇതാ നിങ്ങൾ വന്ന വഴിയാണ്. പിന്നെ ഇനി പോകുന്ന വഴി ഇതാണ്. ഓക്കെ, എന്നാൽ ബാക്കി നടക്കട്ടെ. കയ്യിലെ വെള്ളം തീർന്നടോ, കയ്യിലെ വെള്ളം തീർന്നു പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന്, അവിടെ നിറയ്ക്കാനങ്ങോട്ട് വിട്ടുപോയി. അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പം വെള്ളത്തിൽ എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. എനിവേസ് പോയോക്കട്ടെ, കഷ്ടപ്പാട് തന്നെ. അങ്ങനെയല്ല കേട്ടോ, ഡിഫിക്കൽട്ടാണ് ഈ ട്രെക്കിംഗ് ട്രെയിൽ. സ്റ്റിൽ നമ്മളൊരു സന്തോഷം കണ്ടെത്തണമല്ലോ. ഓക്കെ, ഞാൻ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ടൈപ്പ് വഴിയിലൂടെ കല്ലിട്ട കുറച്ച് ഇടങ്ങേറ് പിടിച്ച വഴിയിലൂടെ ഞങ്ങളിപ്പോൾ 1-2 മണിക്കൂറായി സഞ്ചരിക്കുന്നു. അത് ഫുള്ളിപ്പം ഷൂട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് മാത്രമാണ് എന്ന് കരുതരുത്. അത്യാവശ്യം സപ്പോർട്ട് ഇങ്ങനെ പോളൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്ത് നടക്കേണ്ടതാണ്. അപ്പോൾ ഫുൾ ഷൂട്ട് ചെയ്യാനും ടാസ്ക്കാണ്. സോ സുർക്കയിലേക്ക് എത്താനുള്ള ലാസ്റ്റ് പാർട്ടാണിത്. വഴിയുടെ ലാസ്റ്റ് ഭാഗം ഇറക്കമാണ്, ഷോർട്ട് കട്ടാണ്. ഐ ഹോപ്പ് ടുഡേ വി ക്യാൻ റീച്ച് ദർ. ഇന്ന് സുർക്ക എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ലോ ആണ് കേട്ടോ, ഞങ്ങൾ ട്രെക്കിംഗ് 1 സ്ലോ ആണ്. പെട്ടെന്ന് ഇത്ര സമയം കൊണ്ട് എത്ര എന്നുള്ളതല്ല ഞങ്ങൾ ലക്ഷ്യം. 1 എവറസ്റ്റ് ബേസ് ക്യാമ്പ് എത്ര എന്നുള്ളത്, 2 ഞങ്ങൾ ബഡ്ജറ്റിൽ ഒതുങ്ങി എത്ര എന്നുള്ളത്. ഈ 2 ലക്ഷ്യങ്ങളായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ ഏതാണ്ട് 2-3 മണിക്കൂർ കണ്ടിന്യൂസ് സ്റ്റെപ്പ് കയറലും ഇറങ്ങലിനൊക്കെ ശേഷം ഞങ്ങൾ ഫൈനലി സുർഖ എത്താൻ പോവുകയാണ് ഗായ്സ്. എന്തൊരു സന്തോഷം ഉണ്ടാവും. കാരണം എനിക്ക് തോന്നുന്നു 4-5 ദിവസമായി ഞങ്ങൾ സുർഖയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് പെടാപാട് വിടുന്നു. അതിൽ 2-3 ദിവസത്തോളം നല്ല മഴ പെയ്തിട്ട് കുറേ സമയം നഷ്ടമായിപ്പോയി. അതും പ്ലസ് ഞങ്ങൾ ഭയങ്കര സ്പീഡിലൊന്നുമല്ല നടക്കുന്ന, ഒരു ആവറേജ് പേസിലാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്യൂസ് ഉണ്ടാവും. എനിവേയ്സ് 5 ദിവസത്തെ കഷ്ടപ്പാടിനും നടത്തത്തിനും ക്യാമ്പിങ്ങിനൊക്കെ ശേഷം ഞങ്ങൾ സുർഖ എത്തുകയാണ്. ഒരു വലിയ വില്ലേജാട്ടോ, കൊള്ളാം, അടിപൊളി. ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മൾ തപ്പിക്കൊണ്ടിരുന്ന സുർഖ. നമ്മൾ എത്താൻ വേണ്ടി കൊതിച്ചു കൊണ്ടിരുന്ന സുർഖ ഇതാണ്. ഈ സല്ലേരിയിൽ നിന്ന് സുർഖയ്ക്ക് 3000 രൂപ അതിനുള്ള വകുപ്പ് ഉണ്ട് ആക്ച്വലി. നിങ്ങൾക്ക് വേണമെങ്കിൽ 3000 കൊടുത്ത് വരാം. പക്ഷെ ഞാൻ പറയുന്നു, നടന്നു വന്നാൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. നേപ്പാളിൻ്റെ കുറേ സംഭവങ്ങൾ അറിയാൻ പറ്റും. കടകളും, അതായത് വരുന്ന വഴിക്ക് ഓരോരോ കടകളും, ആ കടകളിൽ വില കൂടി വരുന്നതും അവരോട് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ നാട്ടിലെ കാര്യങ്ങളും ഇവിടുത്തെ
അപ്പോൾ അവരുടെ ലൈഫും പോട്ടേഴ്സിനെയും ഒരുപാട് കാര്യങ്ങൾ കാണാനും അറിയാനൊക്കെ പറ്റും. സോ ബെറ്റർ വാക്ക്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വണ്ടി വിളിച്ച് പോരാം. ഓക്കെ, താഴെ കുറേ ജീപ്പ് കണ്ടില്ലേ? ആ ജീപ്പൊക്കെ ഇങ്ങനെ സല്ലേരി ഇങ്ങോട്ടും സുർക്കേന്ന് അങ്ങോട്ടും ഓടുന്ന ജീപ്പുകളാണ്. പിന്നെ കുറേ കുതിരല്ല, കോവർക്കഴുതിനെ കാണാം, വെയിറ്റ് ചുമക്കുന്ന. ഓ, ലോഡ് താങ്ങിക്കൊണ്ടിരുന്നു നോക്ക്. ഇവരെ പോലെ തന്നെയാണ് ഏകദേശം പോട്ടേഴ്സും. ഇവർ ചുമക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പോട്ടേഴ്സ് ചുമക്കുന്നുണ്ടാവും. ഇതാ അവരൊക്കെ സാധനം കയറ്റി കൊടുത്തിട്ടുണ്ടല്ലേ. ഞാൻ സാധനം കൊണ്ട് പോകണം. ഓ, ഹില്ലി ഏരിയാസിലെ കുറേ പ്രതിഭാസങ്ങളാണ് ഇതൊക്കെ. കോവർ കഴുതകൾ. നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ സുർക്കയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഫുഡ് ഷോർട്ടേജ് ആണെങ്കിൽ, ഫുഡ് കുറവാണ് നിങ്ങളുടെ കയ്യിൽ ഐറ്റംസ് ഉള്ളതെങ്കിൽ, ഇവിടെ സുർക്കയിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ കടയിൽ നിന്ന് വാങ്ങി പോവാം. മുകളിൽ നാംചയിലും പിന്നെ അങ്ങോട്ടേക്കൊക്കെ ഫുഡിന് വളരെ റേറ്റ് കൂടുതലായിരിക്കും. എനിക്ക് തീരെ താങ്ങാൻ പറ്റില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കട ഉണ്ട്, ചെറിയ കട, ചെറിയ തെറ്റപ്പാ. അവിടെ കയറിയിട്ട് എന്ത് ചെയ്തു, ഞങ്ങൾ കുറച്ച് എന്താ പറയുക, കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് മിച്ചറും അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങി. നമ്മൾ ടീംസ് ഉണ്ട് അവിടെ. ഞാൻ കടയിൽ എന്തെങ്കിലും വാങ്ങാൻ പറ്റിയതുണ്ടോ എന്ന് നോക്കുകയാണ്. അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഹോർലിക്സ് ഒക്കെയോ? എൻ്റെ പൊന്നോ, നിമ്പുണ്ട്. ഞങ്ങൾ സുർക്കയെ ഒരു 3 ദിവസം കൊണ്ട് എത്താൻ വിചാരിച്ചത്. 5 ദിവസം എടുത്ത സ്ഥിതിക്ക് ഇന്നിപ്പം ഇനി ബാക്കിയുള്ള സമയം കൊണ്ട് എത്തുന്നിടത്തോളം പോകാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത്. അപ്പം അടുത്തത് നമുക്ക് മോൻചോ ആണ് ഡെസ്റ്റിനേഷൻ. മോൻചോ എന്നാണ് നമുക്ക് പെർമിറ്റൊക്കെ എടുക്കേണ്ടത്. അപ്പം മോൻചോ എന്ന സ്ഥലത്തേക്ക് 7-8 മണിക്കൂർ നടത്തുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിനെക്കാട്ടും കൂടുതൽ സമയം വേണ്ടി വരും. അപ്പം ഇന്ന് പറ്റുന്നിടത്തോളം ലേശം കയറാം എന്നാണ് വിചാരിക്കുന്നത്. ആ വഴി ഫുള്ള് ചാണകമാണേ. കോവർ കഴുതേൻ്റെ ആയിരിക്കും മോസ്റ്റ്ലി. ഇതിനെയാണ് ലോഡും കൊണ്ട് പോവാ. ഫുള്ള് ചാണകത്തിൻ്റെ കളിയാണ്. ഓ, ആരത്? ആരോ അങ്ങോട്ടിപ്പോയി. ഇങ്ങൻ്റെ വഴിയപ്പം ഈ കാണണേ. കംപ്ലീറ്റ് ചാണകം, നല്ല ഉഷാറ് ചാണകം. കോവർ കഴുതേൻ്റെ ആവുന്നുണ്ട്. സാധാരണ സ്റ്റെപ്പ് കയറുമ്പം അവിടെ ഇവിടെയൊക്കെ ഇരിക്കലുണ്ട്. ഇപ്പം എവിടെ ഇരിക്കും? അങ്ങനത്തെ അവസ്ഥയാ. ഓ നോ, ഇവിടെ ഫുള്ള് ചാണകാന്ന്. അതിൻ്റെയൊക്കെ ഉടമസ്ഥരാണ് ഈ വരുന്നത്. ഇവരാണ് ഇതിൻ്റെ ആൾക്കാർ. പോകുന്നോക്ക് ഒന്നും ചെയ്യൂലേക്കാ. ഓ, ഗ്യാസൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന നോക്ക്. എൻ്റെ മോനെ വിഷയം. ഓ നോ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്തുകൊണ്ടാണ് ഈ വഴി മൊത്തം ചാണകം? ഇതാണ്, കോവർ കഴുതകളാണ്. ഇവർ ലഗേജ് ചുമന്നു പോകാൻ വിധിക്കപ്പെട്ടവർ. ഏതോ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരിക അവരെല്ലാവരും. ഇവരെ കഴുത്തിൽ മണിയൊക്കെ ഉണ്ട് കേട്ടോ. സാധനം ചുമന്നുകൊണ്ടിരുന്നു നോക്ക്. കാണുമ്പോൾ സാധനം കൊണ്ട് ഇറക്കി വരികയെന്നുണ്ട്. ഏറെക്കുറെ ഇവരെ പോലെ തന്നെയല്ലേ പോട്ടേഴ്സും. ഇത് ജീവികളാണ്, നമ്മൾ മനുഷ്യന്മാരാണ്. ജീവികളെ കാണുമ്പോൾ നമുക്ക് വലിയൊരു എന്തോന്നില്ല, വലിയൊരു ദയ തോന്നില്ല. പക്ഷേങ്കിൽ മനുഷ്യന്മാർ ചുമക്കുന്ന കാണുമ്പോൾ നമ്മൾ തന്നെ ദീദിമാര്. സോ അതങ്ങോട്ട് പോയി. ഈ വഴി കൂടെ ഞാൻ പോകണം. നമ്മൾ ഈ സുർക്കയിൽ നിന്ന് ഇങ്ങനെ കയറി വരുമല്ലോ. അങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോർഡ് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. സീ ലൈക്ക് ദിസ്. ഈ ഒരു ബോർഡ് കാണാൻ പറ്റും. സോ ഇങ്ങോട്ടേക്ക് റൈറ്റ് ലുക്കില്ല. പിന്നെ ഈ താഴേക്കുള്ള റോഡ് എന്ന് പറയുന്നത് നമ്മൾ മോൻചോ വഴി അങ്ങനെ മോൻചോ ഫക്തിങ് വഴി ഇവിടെ പോകുന്നത്, നാംചിയ പോകുന്നത്. സോ ഈ ലുക്കിലേക്ക് പോകുന്ന ഈ റൂട്ടില്ലേ ഭയങ്കര കയറ്റാണ്. 2 മണിക്കൂർ മതി സ്പീഡിൽ നടക്കുകയാണെങ്കിൽ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആർക്കും ലഗേജൊക്കെ വെച്ച് സ്പീഡിൽ നടക്കാൻ പറ്റുമെന്നേ. അങ്ങനെ ആകുമ്പോൾ
അത് ഭയങ്കര ടൈം എടുക്കും. പിന്നെ ഭയങ്കര കയറ്റമാണ്, അപ്പം കയറി പോകണം. അപ്പോൾ കൂടുതൽ നന്നാവുക ഈ ഒരു മോഞ്ചോ വഴി കയറുന്നതായിരിക്കും. ഞങ്ങൾ മോഞ്ചോ വഴി കയറാം എന്നാണ് കരുതുന്നത്. മോഞ്ചോക്കുള്ള റൂട്ട് വലിയ പ്രശ്നമില്ല കേട്ടോ, ഇതാണ് റൂട്ട്. ഇങ്ങനെ 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 ഇങ്ങനെ. സോ ഈ ഒരു ബോർഡ് കാണുമ്പോൾ ഓർക്കുക, ബെറ്റർ ലുക്കില്ല എന്നുള്ളത് വിട്ടിട്ട് നിങ്ങൾ ഇതിലെ പോകുന്നാവും നന്നാവുക. മറ്റേത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഹില്ലിയാണ്. അപ്പ സ്റ്റെപ്പ് കയറി ചിലപ്പം ഭയങ്കര ടയേർഡായി പോകും. സോ ഞങ്ങൾ മോഞ്ചോ വഴി എവറസ്റ്റ് ബേസ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ കരുതുന്നു. മോഞ്ചോ എത്തിയാൽ പെർമിറ്റ് എടുക്കണം. പെർമിറ്റ് മോഞ്ചോന്നും കിട്ടും, ലുക്കിലേന്നും കിട്ടും, ഫസ്റ്റിൽ നിന്ന് കിട്ടും, പലയിടത്തുനിന്നും കിട്ടും. ബെറ്റർ ഈ വഴി ചൂസ് ചെയ്യുന്നതാണ്. ഈ പോകുന്ന വഴിയിലൊക്കെ കോവർ കഴുതുകളുടെ ഒരു കളിയാണ് കേട്ടോ. കാരണം ഈ വഴി കൂടെ അങ്ങനെ ഇങ്ങനെയൊന്നും വണ്ടി ചലിക്കൂലല്ലോ. അപ്പം സാധനങ്ങളൊക്കെ എത്തിക്കാൻ ഇങ്ങനെ തന്നെ ഒരു വഴിയുള്ളൂ. എന്തോരാ പോകുന്നേ, എന്തൊക്കെയോ ലഗേജ് എവിടെയോ കൊണ്ട് തട്ടിയിട്ട് വരികയാണ്, തിരിച്ചു വരികയാണ് ഇവരും വേണം സമ്മതിക്കാൻ. എന്താല്ലേ ഇതിപ്പോൾ സുർക്കയിൽ മോഞ്ചോയിലേക്കുള്ള വഴിയാണ് നിങ്ങൾ കാണുന്നത്. ഒരുമാതിരി ടാസ്ക് വഴിയാണ്. നമുക്ക് പോകേണ്ട വഴി ഇതിങ്ങനെ പോകണം. ഈ റൂട്ടിൽ കൂടെ ഇങ്ങനെ പോയി അങ്ങനെ അവിടെ എത്തണം, അറ്റത്തെത്തണം. ഫുള്ളിനി ഇങ്ങനത്തെ റോഡാണ്. ഇത് നോക്ക് എൻ്റെ മോനെ, ഒന്ന് സ്ലിപ്പായ അപ്പുറത്തേക്ക്. ഇപ്പുറം ഫുള്ള് കോവർ കഴുതേൻ്റെ എന്താണ് ചാണകം. എന്തോരം നടന്നു തന്നെ അറിയില്ല. പക്ഷേ ഗൈസ് ഞാൻ നല്ലോണം വലിപ്പിച്ചിട്ടുണ്ട്. നല്ല ടയേർഡായിട്ടുണ്ട്, ടയേർഡായി തുടങ്ങുന്നുണ്ട്. 6 ദിവസമായിട്ട് തുടർച്ചയായ ട്രെക്കിങ്ങാണ്. അതിനിടെ റെസ്റ്റ് ഡേ, നാളെ റെസ്റ്റ് ഡേ ഒക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ മേക്ക് എ റെസ്റ്റ് ഡേ ടുമോറോ. നാളെ റെസ്റ്റ് ഡേ ആയിരിക്കും. സോ ഗൈസ്, നിങ്ങൾ തിങ്ക് ചെയ്യുന്ന ഇമേജ് ചെയ്യുന്നൊരു ട്രെക്കിംഗ് ട്രെയിലേ അല്ല, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ട്രെക്കിംഗ് ട്രെയിൽസാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ളത്. ആൻഡ് ഇറ്റ്സ് ഡിഫിക്കൾട്ട്, നോട്ട് ഈസി, നോട്ട് മോഡറേറ്റ്, ബട്ട് ഇറ്റ് ഡിഫിക്കൾട്ട്. ഓക്കെ, ഇന്ന് രാത്രി നമുക്ക് നമ്മളെ ഫുഡ് എന്ന് പറയുന്നത് എന്താ അറിയോ? ദാൽ ബാത്താണ്. നേപ്പാളിലെ സ്വന്തം സ്പെഷ്യൽ ദാൽ ബാത്ത്. ഇന്ന് നമ്മൾ കുക്കിംഗ് ഇല്ല, ഇന്ന് കുക്കിംഗ് ഓഫാണ്. ഇത് അടിപൊളി ദാൽ ബാത്തും നല്ല ചോറും നല്ല സബ്ജിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ ദീദി. സമാധാനം. നമ്മളെ ടീംസൊക്കെ അവിടെ ഇരിക്കുന്നത്. ഇതിനെക്കാട്ടും വലുതായിട്ട് എന്ത് വേണം? അയ്യോ, നമ്മളിവിടെ ആട്ടോ. ഇവിടെ മീൻസ് ഇവിടെ അല്ല കിടക്കുന്നത്, നമ്മൾ ക്യാമ്പിങ് പുറത്താണ്. പക്ഷേങ്കിൽ ഫുഡ് ഇവിടുന്ന് കഴിക്കാൻ കരുതി. മുകളിൽ 400 500 ആവും ദാൽ ബാത്തിന്. ഇവിടെ നമുക്ക് 300 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇന്ന് ഇവിടെ തന്നെ കഴിക്കാൻ കരുതി. കാരണം ഇന്നൊക്കെ ട്രക്കിംഗ് ചെയ്ത് ആകെ ചത്ത് പണ്ടാരടങ്ങി. കുറച്ച് അരി ഭക്ഷണത്തിനുള്ള പൂതി കൊണ്ട് ഇന്ന് നമ്മളെ ദാൽ ബാത്ത് പറഞ്ഞു. അപ്പം 300 രൂപയ്ക്ക് നമ്മൾ നേപ്പാളി 300 രൂപ കേട്ടോ. അയ്യവാ, ഇതാണ് നമ്മളെ ദീദി.
ആ ദീദിയും കഴിക്കുകയാണ്. ഓക്കെ എങ്ങടെ പോണ്? എങ്ങടെ പോയത് പെട്ടെന്ന്?